പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എല്ലാവരും സുഖമായി ശുഭമായിരിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുന്നു. ഹാലലിയ. വേദപുസ്തകത്തിൽ അനേക പ്രോമിസസ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഹാലലിയ സ്തോത്രം. അതിനകത്ത് ഹാലലിയ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഹാലലിയ ദൈവത്തിൻ്റെ ഹാലലിയ ഗുഡ്നെസ്സിനെ പറ്റി, ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചുള്ള അനേക വാഗ്ദത്തങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അനേക പ്രതികൂലങ്ങളോട് കടന്നു പോകുമ്പോൾ ഹാലലിയ ഈ വാക്യങ്ങൾ ഓർത്ത്, ഹാലലിയ സ്തോത്രം, ഈ വചനങ്ങൾ ഓർത്ത് നമുക്ക് ആശ്വസിക്കുവാനും ബലപ്പെടുവാനും കഴിയും. ഹാലലിയ ഒന്നാമതായി പറഞ്ഞിരിക്കുകയാണ്, സങ്കീർത്തനം 145:9 പറയുന്നു, യഹോവ എല്ലാവർക്കും നല്ലവൻ, തൻ്റെ സകല പ്രവൃത്തികളോടും അവൻ കരുണ തോന്നുന്നു. ഹാലലിയ. അപ്പോൾ യഹോവയായ ദൈവം ഹാലലിയ സ്തോത്രം ആരാ? എല്ലാവർക്കും അവൻ നല്ലവനാകുന്നു, തൻ്റെ സകല പ്രവൃത്തികളോടും ഹാലലിയ അവൻ കരുണ തോന്നിപ്പിക്കും. അപ്പം നമ്മുടെ ദൈവം കരുണ തോന്നിപ്പിക്കുന്ന ദൈവമാകുന്നു. സ്തോത്രം. ഹാലലിയ. എപ്പോഴും നമുക്ക് ജീവിതത്തിൽ കരുണയില്ലാതിരിക്കുമ്പോൾ, നമ്മുടെ ജീവിത പ്രതികൂലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എപ്പോഴും നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു ദൈവത്തിൻ്റെ പ്രോമിസാണ്, ദൈവം കരുണ കാണിക്കും. എന്നോട് കരുണ കാണിക്കുന്നവൻ ഹാലലിയ, എനിക്ക് കരുണ തോന്നുന്നതിനോട് ഞാൻ കരുണ തോന്നുന്നു എന്ന് ദൈവവചനം പറയുന്നു. സ്തോത്രം. അപ്പോൾ കർത്താവ് ഒന്നാമത്തെ കാര്യം, യഹോവ എല്ലാവർക്കും നല്ലവൻ, അവൻ തൻ്റെ സകല പ്രവൃത്തികളോടും കരുണ കാണിക്കുന്നു. ഹാലലിയ. യേശയ്യാവിൻ്റെ പുസ്തകം 26:3 പറയുന്നു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഹാലലിയ. സ്ഥിരമാനസൻ ഹാലലിയ യഹോവയിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് അവനെ യഹോവ സ്തോത്രം ഹാലലിയ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. അപ്പോൾ പൂർണ്ണ സമാധാനമില്ലാത്ത അവസ്ഥയിൽ ഹാലലിയ വചനം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഹാലലിയ. എന്നെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നവൻ, ഞാൻ യഹോവയെ പൂർണ്ണമായി സ്തോത്രം ആശ്രയം വെച്ചിരിക്കൊണ്ട് എൻ്റെ ഹാലലിയ സമാധാനം, എൻ്റെ ജീവിതത്തിൽ ഹാലലിയ പൂർണ്ണ സമാധാനത്തിൽ എൻ്റെ ദൈവം എന്നെ കാക്കുന്നു. ഹാലലിയ. ദൈവമക്കളെ സ്തോത്രം. ജീവിതത്തിൽ പൂർണ്ണ സമാധാനം തരുന്ന ഒരേ ഒരു ഇടമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവിൻ്റെ മാർവിടമാണ്, അത് കർത്താവിൻ്റെ പാദപീഠമാണ്. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുന്ന ഏവനെയും ചേർത്ത് പിടിച്ച് അവന് സമാധാനം കൊടുക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹാലലിയ. ദിനവൃത്താന്തം 16:34 പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നാം ദൈവത്തെ എപ്പോഴും സ്തുതിക്കണം. ഹാലലിയ. അവൻ നല്ലവനാണ്. സ്തോത്രം. അതുപോലെ തന്നെ അവൻ്റെ ദയ എന്നേക്കുമുള്ള, നമ്മളോട് ദൈവം ദയ കാണിക്കുന്ന ദൈവമാണ്. അനേക ദൈവജനങ്ങൾ നമുക്ക് ദൈവജനത്തിൽ കാണുവാൻ കഴിയും. ഹാലലിയ. എസ്തേറിൻ്റെ ജീവിതത്തിൽ ഹാലലിയ ആർക്കും ഹാലലിയ അവളെ സഹായിക്കാൻ പറ്റാത്ത സ്ഥാനത്ത് അവളുടെ രാജ്യസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് അവളോട് ദയ കാണിച്ചു. അവിടെ രാജാവിൻ്റെ ഹൃദയത്തെ ഒരു നീർച്ചാല് പോലെ മാറ്റുവാൻ ഹാലലിയ എസ്തേറിനോട് കരുണ കാണിക്കുവാൻ ദൈവത്തിന് അവളോട് ദയ കാണിച്ചു. അതുപോലെ പാപികളായിരുന്ന നമ്മളെ ഹാലലിയ സ്തോത്രം രക്ഷിക്കുവാൻ വേറൊരു മാർഗമില്ലാതിരിക്കുമ്പോൾ യഹോവയായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തരുവാൻ ദയ കാണിച്ചു. ഹാലലിയ. ആ വലിയ ദയ ഹാലലിയ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്തോത്രം. ആകാശത്തിൻ്റെ കീഴിൽ മറ്റൊരുവനും രക്ഷയില്ല. ഹാലലിയ സ്തോത്രം. രക്ഷിക്കപ്പെടുവാൻ ഒറ്റയൊരു മാർഗമുള്ളൂ, അത് നസറേയനായ യേശുക്രിസ്തുവാണ്. പിതാവായ ദൈവം നമ്മളോട് ദയ കാണിച്ചതുകൊണ്ടാണ് പുത്രനെ നമുക്ക് വേണ്ടി തന്നത്, നമ്മുടെ പാപത്തിന് പരിഹാരകനായി. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ പാപിയായി നമ്മൾ നിത്യനരകത്തിൽ പോകുന്നതിന് പകരം യഹോവയായ ദൈവം ദയ കാണിച്ചതുകൊണ്ട് നമുക്ക് പുത്രനെ തന്നു. രക്ഷയുടെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. സ്തോത്രം. ഹാലലിയ. സങ്കീർത്തനം 100:5 ഹാലലിയ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. ഹാലലിയ. യഹോവ നല്ലവനാണ്, അവൻ്റെ ദയ എന്നേക്കുമുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ വിശ്വസ്തത തലമുറയായിരിക്കുന്നു. ഹാലലിയ. യാക്കോബിനോട്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിനോട് കരുണ കാണിച്ച ദൈവം, അവ തലമുറയോട് മനസ്സലിഞ്ഞ ദൈവം. ദാവീദിനോടും അവൻ്റെ തലമുറയോട് ഹല്ലേലൂയ സ്തോത്രം ദയ കാണിച്ച ദൈവം. ഹല്ലേലൂയ. അതുപോലെ നമ്മോട് ദയ കാണിക്കുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ലേഖനം 1:17 പറയുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. സ്തോത്രം. അപ്പോൾ എല്ലാ നല്ല തികഞ്ഞ ദാനങ്ങളും എവിടെ നിന്നാണ് വരുന്നേ? ഉയരത്തിൽ നിന്ന്, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. സ്തോത്രം. നമ്മുടെ ദൈവത്തിൻ്റെ ഹല്ലേലൂയ എല്ലാ ദാനങ്ങളും സ്തോത്രം സ്വർഗീയമായ എല്ലാ വരങ്ങളും ദാനങ്ങളും കൃപകളും എല്ലാം സ്വർഗീയമായതെല്ലാം വരുന്നത് എവിടുന്ന? നമ്മുടെ പിതാവിങ്കിൽ നിന്നാവുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദാനങ്ങളിൽ ഹല്ലേലൂയ നന്മയില്ലാതിരിക്കുമ്പോൾ നന്മ തരുന്ന ദൈവത്തോട് ഹല്ലേലൂയ സ്തോത്രം ആത്മീയ നന്മയ്ക്ക് വേണ്ടി, ആത്മീയ മുന്നേറ്റത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രതികൂലങ്ങൾ കടന്നു പോകുന്ന ഏത് ജീവിതത്തിനും വിടുതൽ കൊടുക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഹാലലിയ. 2 ശമൂവേലിന്റെ പുസ്തകം 7:28 ഇങ്ങനെ പറയുന്നു, കർത്താവേ യഹോവേ, നീ തന്നെ ദൈവം, നിന്റെ വചനങ്ങൾ
സത്യമാകുന്നു. അടിയന് ഈ നന്മയെ നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യഹോവേ, നീ തന്നെ ദൈവം, വേറൊരു ദൈവമില്ല. നിന്റെ വചനങ്ങൾ സത്യമാകുന്നു. ദൈവത്തിന്റെ വചനം ഉവെന്ന് മാത്രമാണ്. അടിയനും ഹല്ലേലൂയ ഓരോരുത്തർക്കും, ഇത് വായിക്കുന്ന ഓരോരുത്തർക്കും ഈ നന്മയെ നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഈ രക്ഷയുടെ സന്തോഷത്തെ, നിത്യജീവനെ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് ദൈവം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ സ്തോത്ര സങ്കീർത്തനം 19 ഹല്ലേലൂയ 7 വാക്യത്തിൽ വായിക്കുന്നു, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. നമുക്ക് ജ്ഞാനം കുറവാണോ? നമ്മളെ ജ്ഞാനിയാക്കുവാൻ ദൈവത്തിന് കഴിയും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ സ്തോത്ര ദൈവവചനത്തിൽ ജ്ഞാനം കുറവാണെന്നോ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ പഠിക്കുന്നതിൽ മുന്നേറുവാൻ കഴിയുന്നില്ലെന്ന് തോന്നുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ദൈവമേ നിന്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്പബുദ്ധിയെ നീ ജ്ഞാനിയാക്കുമെന്ന്. ഹല്ലേലൂയ ദൈവം ജ്ഞാനം തരുവാൻ ശക്തനാണ്. സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ യഹോവയുടെ വചനം വായിക്കുമ്പോൾ അത് പ്രാണനെ തണുപ്പിക്കുന്നു. പലരും ജീവിതത്തിൽ പല പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി ഹല്ലേലൂയ പ്രാണന് തണുപ്പില്ലാതെ അത് ചൂടുപിടിച്ചിരിക്കുമ്പോൾ ദൈവവചനം വായിക്കുമ്പോൾ ദൈവമക്കളെ നമ്മുടെ പ്രാണന് തണുപ്പ് തരുവാൻ ഈ ദൈവവചനത്തിന് കഴിയും. ഹല്ലേലൂയ. സങ്കീർത്തനം 34 8 വാക്യത്തിൽ പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. നമുക്ക് ഒരു പ്ലേറ്റ് ഹല്ലേലൂയ ബിരിയാണി കൊണ്ടുവച്ചിട്ട് നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. സ്തോത്രം. എക്സാമ്പിൾ പറഞ്ഞതാണ്, ഒരു ഫുഡ് നമ്മുടെ മുൻപിൽ വെച്ചിട്ട് കണ്ടിട്ട് അത് നല്ലതാണെന്ന് പറയുമ്പോൾ അത് രുചിച്ചറിയണം. ദൈവം നല്ലവനെന്ന് കേൾക്കുകയല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്തു എന്ന് ഹല്ലേലൂയ കേട്ടിട്ട് നല്ലതെന്ന് നമുക്ക് പലപ്പോഴും പറയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവത്തിലും രുചിച്ചറിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും, എൻ്റെ ദൈവം നല്ലവന്, അവനെ ഞാൻ രുചിച്ചറിഞ്ഞിരിക്കുന്നു. അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഹല്ലേലൂയ സ്തോത്രം അത് ആരായാലും അവൻ ഭാഗ്യവാനാണ്. കാരണം ഏതവസ്ഥയിൽ നിന്നും വിടിവിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നഹൂം പ്രവാചകന്റെ പുസ്തകം 1 അധ്യായം 7 വാക്യത്തിൽ പറയുന്നു, യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണമാവുന്നു, തങ്കൽ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്നു. ഹല്ലേലൂയ. അപ്പൊ കഷ്ട ദിവസം വരും, അല്ലെ കഷ്ടമില്ലാത്ത ദിവസങ്ങളില്ല, വരാം. ഹല്ലേലൂയ. എല്ലാവർക്കും നന്മയുടെ ദിനങ്ങളും കഷ്ടങ്ങളുടെ ദിനങ്ങളും ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ ഹല്ലേലൂയ ഏതവസ്ഥയിലും കഷ്ടദിനത്തിലും ഹല്ലേലൂയ നമുക്ക് ശരണമാക്കുവാൻ ഹല്ലേലൂയ ഒരു ശരണമുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവിനെ മാറിടമാകുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ തങ്കിൽ ആശ്രയിക്കുന്നതിനെ ദൈവം അറിയുന്നു. നമ്മളെ എല്ലാവരും പൂർണ്ണമായി അറിയുന്നില്ല, അതിനൊരു ലിമിറ്റുണ്ട്. ലോകത്തിലെ എല്ലാവരും പുറമേ നോക്കുന്നേ, എന്നാൽ നമ്മുടെ ആഗം അറിയുന്നവൻ, നമ്മുടെ അകത്തെ ചൂടറിയുന്നവൻ, അകത്തെ വേദന അറിയുന്നവൻ, അകത്തെ ഭാരം അറിയുന്നവൻ നസറനായ യേശുവാണ്. അവങ്കിൽ നാം ആശ്രയിച്ചാൽ തീർച്ചയായും ദൈവം നമ്മെ വിടിവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. സങ്കീർത്തനം ഹല്ലേലൂയ 84 ഹല്ലേലൂയ സ്തോത്രം 11 വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ കൃപയും ഹല്ലേലൂയ സ്തോത്രം യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വം നൽകും. നേരോട് നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. സ്തോത്രം. അപ്പോൾ യഹോവയായ ദൈവമാരാ? അവൻ സൂര്യനും പരിചയമാകുന്നു. സ്തോത്രം. നമുക്ക് പ്രൊട്ടക്ഷൻ ആകുന്നു. നമ്മളെ ഹല്ലേലൂയ നല്ല നിലത്ത് ഹല്ലേലൂയ നല്ല ഇടങ്ങളിൽ വഴി നടത്തുവാൻ, നമുക്ക് വെളിച്ചം തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നമ്മളോട് ദയ കാണിക്കുന്നു. നമ്മളെ ഹല്ലേലൂയ ഓർക്കുന്നു. ഹല്ലേലൂയ നമ്മളെ സൂക്ഷിക്കുന്നു. നേരോട് കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ച് കള്ളത്തരമില്ലാതെ നേരോടെ നിഷ്കളമായി നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. അത് ആത്മീയമാട്ടെ ഹല്ലേലൂയ ഭൗതികത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ എല്ലാ ബേസിക് നീഡ്സുകളും നടത്തി തരുവാൻ ദൈവശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ ആത്മീയമായ എല്ലാ നന്മകളും എല്ലാ വരങ്ങളും കൃപാവരങ്ങളും നമുക്ക് തരുവാൻ ഹല്ലേലൂയ സ്വർഗീയമായത് സ്തോത്രം അനേക നന്മകളെ ആത്മീയമായ നന്മകളെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 54 അധ്യായം 10 വാക്യത്തിൽ പറയുന്നു, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. ഹല്ലേലൂയ. എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ലെന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം പറയാണ്, ഹല്ലേലൂയ ഞാൻ നിന്നോട് ഈ പർവ്വതങ്ങൾ മാറിപ്പോകാം, കുന്നുകൾ മാറിപ്പോകാം, ഹല്ലേലൂയ നിന്റെ മുൻപിലുള്ള സഹായിക്കാമെന്ന് വാഗ്ദത്തം പറഞ്ഞവര് മാറിപ്പോകാം, മനുഷ്യർ മാറിപ്പോകാം, ഹല്ലേലൂയ നിന്റെ ഇപ്പോഴത്തെ ഹല്ലേലൂയ സ്തോത്ര ജീവിത സാഹചര്യങ്ങൾ മാറിപ്പോകാം, എങ്കിലും ഹല്ലേലൂയ എന്തെല്ലാം കാര്യങ്ങൾ മാറിപ്പോയാലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകില്ല എന്ന് നിന്നോട് യഹോവ അരുളി ചെയ്യുന്നു. കരുണയുള്ള ദൈവം അരുളി ചെയ്യുന്നു. എന്നോട് നിങ്ങളോടും പലരും കരുണ കാണിക്കാതിരിക്കുമ്പോൾ ദൈവമക്കളെ എന്നോടും നിങ്ങളോടും കരുണ കാണിക്കാൻ പറ്റുന്ന ഒരുവനുണ്ട്, അത് കർത്താവായ യേശുക്രിസ്തു ആകുന്നു. ഹല്ലേലൂയ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം 20 വാക്യത്തിൽ പറയുന്നു, എന്നാൽ നാം ചോദിക്കുന്നതിന് നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ഹല്ലേലൂയ ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ ഹല്ലേലൂയ സ്തോത്രം
ഹല്ലേലൂയ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും നമ്മൾ ചോദിക്കാത്തതും ദൈവം എത്രയോ അനുഗ്രഹം നമുക്ക് തന്നിരിക്കുന്നു. നനയ്ക്കുന്നതിലും നമ്മൾ നനയ്ക്കാത്ത അനേക വഴികളിലൂടെ ദൈവം നമ്മളെ നടത്തിയില്ലേ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അത്യന്തപരമായി ഹല്ലേലൂയ നമ്മിൽ വ്യാപരിക്കുന്ന എന്താ നമ്മൾ വ്യാപരിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ആ ശക്തി ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ എഫേസ്യർ 3:21 ചേർന്ന് പഠിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് അനുഗ്രഹമാണ്. സഭയിൽ 21 പറയാണ്, സഭയിലും ക്രിസ്തുവേശിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അപ്പോൾ ചോദിക്കുന്നത് നനയ്ക്കുന്നതിൽ അത്യന്തപരമായി നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ ഈ വാഗ്ദത്തങ്ങൾ നമ്മൾ ഓർക്കണം. പ്രതികൂലത്തിൽ ഇരിക്കുമ്പോൾ വചനം എടുത്ത് വായിച്ച് ഈ വചനങ്ങളെ ദൈവസന്നിധി ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഓർപ്പിച്ചുണർത്തണം. നമുക്കറിയാം ഹല്ലേലൂയ സ്തോത്ര കർത്താവായ യേശുക്രിസ്തുവിന് 3 പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. ഹല്ലേലൂയ പ്രതിയോഗിയായ പിശാചിന്റെ മുൻപിൽ. ഹല്ലേലൂയ അവിടെയെല്ലാം യേശുക്രിസ്തു ജയിച്ചത് എങ്ങനെയാ? വചനം പറഞ്ഞാണ്. അനാവശ്യമായ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ എനിക്ക് പവർ ഉണ്ടായാലും എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നൊന്നും കർത്താവ് തെളിയിക്കാൻ പോയില്ല. കർത്താവ് പറഞ്ഞ വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടില്ലയോ? വചനത്തിന് വിരുദ്ധമായി ഹല്ലേലൂയ ഒന്നും പ്രവർത്തിക്കത്തില്ല ദൈവം. വചനമാണ് എല്ലാത്തിനും അടിസ്ഥാനം. ഹല്ലേലൂയ അതുകൊണ്ട് ദൈവമക്കളെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ കടന്നു പോകുമ്പോൾ ഈ വചനങ്ങളെ വായിച്ച് ഹല്ലേലൂയ ഇത് ഉരുവിട്ട് പ്രാർത്ഥിച്ച് ബലം പ്രാപിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.